ദുആ തന്നെ ഒരു ഇബാദത്താണ്. ധൃതി കാണിക്കുക. 3 രീതിയിൽ ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. ഒന്നാമത്തെ, ചോദിച്ചത് എന്താണോ അത് തരും. അത് അമ്പിയാക്കളുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. അവർ ചോദിച്ചത് ഉടനെ അല്ലാഹു എന്ത് ചെയ്തു? കൊടുത്തു. സാലിഹീങ്ങളായ ആളുകൾക്ക് ചിലപ്പോൾ കൊടുക്കും. നമ്മൾ ചോദിച്ചാലും അല്ലാഹു തരും. ആര് ചോദിച്ചാലും അല്ലാഹു കേൾക്കും. ഈ 2 കാര്യങ്ങളില്ലെങ്കിൽ ഇസ്മുണ്ടാവരുത്, പാപത്തിന് ചോദിക്കരുത്, ബന്ധം മുറിക്കാനും ചോദിക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരാൾ ചോദിച്ചാൽ ചോദിച്ചത് തന്നെ അല്ലാഹു ഉടനെ തരും. രണ്ടാമത്തെ രീതി, ആ പ്രാർത്ഥന അല്ലാഹു ഇങ്ങനെ മാറ്റിവെക്കും. ഇതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ഇതിനേക്കാൾ അപകടകരമായ കാര്യം തടയുകയോ ഇതിനേക്കാൾ നല്ലത് നൽകുകയോ ചെയ്യും. പനിയും ജലദോഷം മാറാൻ ഒരാൾ ചോദിച്ചാൽ അത് ചിലപ്പോൾ കുറച്ച് സ്ട്രോങ്ങിലാണ് വരും. വരാൻ പോണൊരു ക്യാൻസർ അല്ലാഹു മാറ്റി വെച്ചിട്ടുണ്ടാവും. അല്ല, ലിവറിന്റെ ഒരു അസുഖം മാറ്റി വെച്ചിട്ടുണ്ടാവും. കിഡ്നി മാറ്റി വെക്കേണ്ടത് തൽക്കാലം നീട്ടി വെച്ചിട്ടുണ്ടാവും. നമുക്കതറിയില്ല. ഏറ്റവും നല്ലതല്ല തരും. ഒരടിമയോട്, പ്രാർത്ഥിക്കുന്ന അടിമയോട് ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനാണ് റബ്ബ്. ഏറ്റവും കൂടുതൽ കാരുണ്യം ഒരു പ്രാർത്ഥിക്കുന്ന അടിമയോട് അല്ലാഹു ചെയ്യും. അപ്പൊ ഏറ്റവും നല്ലത് എപ്പോഴാണോ അവിടേക്ക് അത് മാറ്റിവെക്കും. മൂന്നാമത്തെ രീതി, പ്രാർത്ഥന തന്നെ ഏറ്റവും മഹത്തായ പ്രതിഫലമായി അല്ലാഹു രേഖപ്പെടുത്തും. ഈ പറഞ്ഞതൊന്നും ചിലപ്പോൾ സംഭവിച്ചോളന്നില്ല. പരലോകത്തെത്തുന്ന സമയത്ത്, സ്വർഗത്തിലെത്തുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകും. അപ്പോൾ ഒരടിമ പറയും, പടച്ച റബ്ബേ, ഭൂമിയിൽ എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്ന് ആ അടിമ പറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. കാരണം അത്രയും വലിയ പ്രതിഫലമായിരിക്കും അതിൽ ലഭിക്കും. എൻ്റെ ഒരു പ്രാർത്ഥനയും ഭൂമിയിൽ സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്ന് ഈ പ്രതിഫലം കിട്ടുന്ന അടിമ പറയുമ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്തായ പ്രതിഫലം ഈ പ്രാർത്ഥനക്ക് അല്ലാഹു നൽകും. അപ്പൊ ഈ പ്രാർത്ഥന ഒരു ഇബാദത്താണ്. ആ പ്രാർത്ഥനയുടെ മഹത്വം ഹുവൽ ഇബാദ എന്നതാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനക്ക് അല്ലാഹു തരും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അതിന് ആദാബുകൾ. ആ ആദാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യണം? വഅൻതും ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ചോദിക്കുമ്പോൾ മനസാന്നിധ്യത്തോടു കൂടി പടച്ച റബ്ബ് ഇത് കേൾക്കും, തരും എന്ന് കരുതി ചോദിക്കാം. സംശയം വെച്ചിട്ട് ചോദിച്ചാൽ അല്ലാഹു തരില്ല. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ കിട്ടിയാൽ കുഴപ്പമില്ല, ആ രീതിയൊന്നും പറ്റില്ല. കിട്ടണം, ചോദിച്ചു വാങ്ങണം. മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം നൽകുന്നതിൽ, ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാവും. അങ്ങനെയാണ് നമ്മളത് ചോദിക്കേണ്ടത്. അത് ആദാബു ദുആയുടെ മര്യാദയിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഹംദും സലാത്തും പറയണം. ദ്വാരക്കണേന്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്ത എല്ലാ പ്രാർത്ഥനയും അള്ളാഹു തടഞ്ഞു വെക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥന നമ്മൾ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം എന്നൊക്കെ പറയില്ല. ഈ പറയണത് പ്രാർത്ഥനയുടെ ഒരു അദബിൽപ്പെട്ടതാണ്. ആ പ്രാർത്ഥന സ്വലാത്ത് ചൊല്ലിയിട്ടേ അള്ളാഹു സ്വീകരിക്കുക. ഹംദും സലാത്തും പ്രാർത്ഥനയുടെ അദബാണ്. മൂന്നാമത്തെ, ശബ്ദം താഴ്ത്തുക, രഹസ്യമാക്കുക. അധികം ചില ആളുകൾ പ്രാർത്ഥന സമ്മേളനം നടത്തുന്നു. വമ്പിച്ച വാർഡ്സ് ഒക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുക, അലറി വിളിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിന്റെ ഏറ്റവും സമീപസ്ഥൻ ആരാണ്? നഹ്നു അഖ്റബു മിൻ ഹബ്ലിൽ വരീദ്. കണ്ടനാടിയേക്കാൾ നിന്നോട് അടുത്തിരിക്കുന്നവൻ ഞാനാണ്. പടച്ചവനോട് ചോദിക്കുമ്പോൾ ഒരു മിതമായ ശബ്ദത്തിൽ ചോദിക്കുക, രഹസ്യമായി ചോദിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ അധികവും രഹസ്യമായുള്ള പ്രാർത്ഥനയാണ്. ഒന്ന്, ഇതുപോലെ ഖുത്ബയ്ക്ക് ശേഷം നബി പ്രാർത്ഥിക്കും, പരസ്യമായ പ്രാർത്ഥന. എന്തെങ്കിലും ഒരു നസീഹത്തൊക്കെ നടത്തിയാൽ അതിൻ്റെ അവസാനം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നിസ്കാരത്തിന് ശേഷം നബി പ്രാർത്ഥിക്കൂല, അത് രഹസ്യമായ പ്രാർത്ഥന, പരസ്യമായി പ്രാർത്ഥിക്കൂല. അപ്പൊ ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിയാൽ അപ്പൊ നബി സല്ലല്ലാഹു, കാരണം പ്രാർത്ഥന ഒരു ഇബാദത്താണ്. ഇബാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? നബി എങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യാന്നുള്ള. അതുകൊണ്ട് ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റബ്ബക്കും തളർറുഅൻ വഖുഫിയതൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. തളർറു, വിനയാന്വിതനായി മനസാന്നിധ്യത്തോടു കൂടി രഹസ്യമായി അള്ളാഹുവിനോട് ചോദിക്കുക.